عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أبو هريرة رضي الله عنه أن رجلا النبي صلى الله عليه وسلم أن رجلا زار أخاه في قرية أخرى ഒരിക്കൽ ഒരാൾ തൻ്റെ സഹോദരനെ കാണുന്നതിന് തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം പോകുന്ന വഴിയിൽ മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ അല്ലാഹു സംവിധാനിച്ചു. അങ്ങനെ മലക്കിന് അരികിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്ന അവസരത്തിൽ മലക്ക് ചോദിക്കുകയാണ്, ഐന തുരീദ്, എന്താ നിന്റെ ഉദ്ദേശം, എങ്ങോട്ടാ പോകുന്നത്? ഈ നാട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തെ കാണാൻ പോവാ. അപ്പൊ മലക്ക് ചോദിക്കുകയാണ്, എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും നിനക്ക് ചെയ്തു തരുമോ? എന്തെങ്കിലും ഒരു ഉപകാരത്തിന് അല്ലെങ്കിൽ പൈസ തരുമോ? എന്തെങ്കിലും ആവശ്യത്തിനാണോ നീ പോകുന്നത്? അല്ല, ഖാലല, ഒരു ലക്ഷ്യവുമില്ല. ഞാൻ അല്ലാഹുവിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾ വലിയ സ്നേഹിതന്മാരാണ്. ആ സ്നേഹം പുതുക്കാൻ വേണ്ടി പോകുന്നു. കുടുംബങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് പോകേണ്ടത്. ആ സ്നേഹം പുതുക്കുക എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോവുക. ഇന്ന് അങ്ങനെയാണ് അല്ലെ? ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക, അങ്ങനെയല്ല. ആവശ്യം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അങ്ങോട്ട് നോട്ടല്ല. കുടുംബ ബന്ധം ചേർക്കുക നല്ലതാണ്. നമ്മൾ വെറുതെ പോവുക, അവര് സിയാറത്ത് ചെയ്യാൻ, അതാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പുറപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഈ മലക്ക് പറയാണ്, ഖാല ഇന്നി റസൂലുള്ളാഹി ഇലൈക, ഞാൻ നിന്നിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്, ഞാനൊരു മലക്കാണ്. ബിഅന്നല്ലാഹ, എന്താണ് നിന്നോട് പറയാൻ പറഞ്ഞത്? ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തുഹു ഫീഹി, നീ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അല്ലാഹുവിലല്ലേ എങ്കിൽ അതുപോലെ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിന്നിലേക്ക് മെസ്സേജ് നൽകാൻ അയക്കപ്പെട്ട മലക്കാണ് ഞാൻ എന്ന് ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേര് തമ്മിലുള്ള സ്നേഹബന്ധം അത് അല്ലാഹുവിൽ ആയിരിക്കണം. അദ്ദേഹത്തിൽ നിന്ന് കാശ് കിട്ടും, ഓന്റെ കൂടെ കൂടിയാൽ നമ്മൾ രക്ഷപ്പെടും എന്നാ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം കിട്ടും, അതല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കും, ഒന്നും ആവരുത്. ലിവജ്ഹില്ലാഹിൽ കരീം, പടച്ച റബ്ബിന്. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെയുടെ ലോകത്ത് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു,